എല്ലാവർക്കും ഈശ്വരാധീനം എന്നും ഉണ്ടായിരിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കണ്ടാലും. ഉത്രാടം. ദാനശീലരായ ഉത്രാട നക്ഷത്ര ജാതർ സദ്ഗുണസമ്പന്നരും ഈശ്വരവിശ്വാസികളുമായിരിക്കും. ഇവരുടെ മനസ്സിലുള്ളത് ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഒരു കാര്യത്തിന് പുറപ്പെട്ടാൽ അതിൽ നിന്ന് പിന്തിരിയുക പ്രയാസമാണ്. പക്ഷേ പുറപ്പെടുന്നതിന് മുമ്പ് 2 പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിരിക്കും. നിഷ്കളങ്കമായ പെരുമാറ്റവും പ്രസന്നമായ മുഖഭാവവും സരസമായ സംഭാഷണവും കൊണ്ട് ഇവർ ഏവർക്കും പ്രിയങ്കരായിരിക്കും. കൂട്ടുപ്രവർത്തനങ്ങളിൽ നിന്നും കഴിവതും വിട്ടുനിൽക്കുന്നതാണ് ഇവർക്ക് അഭികാമ്യം. അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുവാനുള്ള അധികാരം ഉണ്ടായിരുന്നാലും മതി. ചെറുപ്രായത്തിലെ ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുന്ന ഇവർക്ക് അഭിവൃദ്ധികരമായ ഒരു ജീവിതം നയിക്കുവാൻ യോഗമുള്ളവരാണ്. സംതൃപ്തികരമായ ഒരു ദാമ്പത്തിക ജീവിതം ഇവർക്കുണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനഭാഗ്യം കുറവുള്ളവരായിരിക്കും. സന്താനഭാഗ്യം ഉള്ളവരാണെങ്കിൽ സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതം അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഈശ്വരവിശ്വാസികളായിരിക്കും. പുണ്യകർമ്മങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങളിലും താൽപ്പര്യമുള്ളവരായിരിക്കും. സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ ദേവത വിശ്വദേവകളാണ്. ഗണം മാനുഷം, യോനി പുരുഷം, മൃഗം കാള, ഭൂതം വായു, പക്ഷി കോഴി, വൃക്ഷം പ്ലാവ്. ഈ നക്ഷത്രക്കാരുടെ ജനനം ആദിത്യദശയിലാണ്. തുടർന്ന് ചന്ദ്രദശ 10, ചൊവ്വാദശ 7, രാഹുദശ 18, വ്യാഴദശ 16, ശനിദശ 19, ബുധദശ 17, കേതു 7 എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരും. ഉത്രാട നക്ഷത്രക്കാർ അവിട്ടം, പൂരുരുട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളും. ഉത്രാടം ധനുക്കൂറിൽ ജനിച്ചവർ പുണർദത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നിവയും. ഉത്രാടം മകരക്കൂറിൽ ജനിച്ചവർ മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യ പകുതി എന്നിവ ശുഭകർമ്മങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ്. ഉത്രാട നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ: വിവാഹം, ഗൃഹാരംഭം, വാഹനം വാങ്ങുക, യാത്ര, പ്രതിഷ്ഠ, ഗൃഹപ്രവേശം. സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന പുരുഷ നക്ഷത്രങ്ങൾ: ഉത്രാടം കാൽ, ധനുക്കൂർ, മകയിരം അന്ത്യപകുതി, തിരുവാതിര, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, ഉത്രട്ടാതി, രേവതി. ഉത്രാടം മുക്കാൽ മകരക്കൂറിന് ഉത്രാടം, തിരുവോണം, ചതയം, അശ്വതി, ഭരണി, കാർത്തിക കാൽ, മകയിരം അന്ത്യപകുതി, തിരുവാതിര, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം എന്നിവ. ഉത്രാടത്തിൻ്റെ നക്ഷത്രനാഥൻ സൂര്യനാകയാൽ മാണിക്യം ധരിക്കാം. 2026 വർഷത്തെ ഫലങ്ങൾ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ ഫലങ്ങൾ. കൃഷിയിൽ നിന്നും വാടകയിൽ നിന്നും വരുമാനം വർദ്ധിക്കും. പഠിച്ച മേഖലയിൽ തന്നെ ജോലി സമ്പാദിക്കുവാനുള്ള അവസരം വന്നു ചേരും. വ്യാപാര മേഖല വിപുലമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. കൂടുതൽ തൊഴിലാളികളെ നിയമിക്കും. കരാർ ജോലികൾ ഏറ്റെടുത്ത് നടത്തും. ഏറ്റെടുത്ത പ്രവൃത്തികൾ സമയബന്ധിതമായി തീർത്തു കൊടുക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് തടസ്സം ഉണ്ടാകും. മാതാപിതാക്കളിൽ നിന്ന് അനുമോദനം ലഭിക്കും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. അനാവശ്യ കാര്യങ്ങളെ ഓർത്ത് മനസ്സ് വ്യാകുലപ്പെടും. ബന്ധുജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ ദുർവ്യയം വന്നു ചേരും. നിയമപരമായ കാര്യങ്ങളിൽ വിജയം. പരിഹാരം: ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ ഫലങ്ങൾ. എല്ലാ കാര്യത്തിലും പൊതുവെ ഉത്സാഹം ദൃശ്യമാകും. പൊതുജന മധ്യത്തിൽ പ്രശംസ നേടും. പുതിയ വാഹനവും ഗ്രഹവും വന്നു ചേരും. ഭാര്യയുടെ സ്വത്ത് അനുഭവയോഗ്യമായി തീരും. ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരും. സന്താനങ്ങൾക്ക് രോഗപീഠകൾ വരുവാനിടയാകും. വിലപ്പെട്ട വസ്തുക്കൾ കൈവശം വന്നു ചേരും. സുഹൃത്ത് ബന്ധം ദൃഢമാകും. ഉദരസംബന്ധമായ അസുഖങ്ങൾ അലട്ടും. കമ്മീഷൻ വഴി സമ്പത്ത് ലഭിക്കാൻ സാധ്യത. പങ്കാളിയുമായുള്ള കലഹം അവസാനിക്കും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും.
പരിഹാരം: സർപ്പദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ. ഭയം, കഷ്ടത, പ്രയാസങ്ങൾ എന്നിവയ്ക്ക് സാധ്യത. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ചിലവുകൾ അധികരിക്കും. ബുദ്ധിപരമായും വിവേകത്തോടെയും കാര്യങ്ങളെ സമീപിക്കും. ഊഹക്കച്ചവടത്തിൽ നിന്ന് പണം സമ്പാദിക്കും. തൊഴിൽ മേഖലയിൽ നിന്ന് നേട്ടമുണ്ടാകും. അവിവാഹിതർക്ക് വിവാഹത്തിന് സാധ്യത. യാത്രാക്ലേശങ്ങൾ അനുഭവപ്പെടും. തൊഴിൽ മേഖലയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ തീരുമാനിക്കും. എല്ലാ കാര്യങ്ങളിലും ദൈവാധീനമുണ്ടാകും. ഷെയറുകളിൽ നിന്ന് ആദായം ലഭിക്കും. വ്യക്തിത്വവും മാന്യതയും വർദ്ധിക്കും. രോഗികൾക്ക് രോഗശാന്തി ലഭിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. പരിഹാരം: സിദ്ധിവിനായക മന്ത്രം ജപിക്കുക. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ ഫലങ്ങൾ. കാര്യതടസ്സം മിക്ക കാര്യങ്ങളിലും അനുഭവപ്പെടും. രോഗമലട്ടും. അലച്ചിലുണ്ടാകും. വ്യാപാരങ്ങൾ വികസിപ്പിക്കുവാൻ ശ്രമിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും. സ്വപ്രയത്നത്താലും യോഗ്യതയാലും ഉയർന്ന സ്ഥാനലബ്ധി ഉണ്ടാകും. ദാനധർമ്മങ്ങൾക്ക് സമയം കണ്ടെത്തും. കൃഷിയിൽ അമിത ചിലവ് അനുഭവപ്പെടും. ഒന്നിനൊന്ന് ബന്ധമില്ലാത്ത നിരവധി കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തേണ്ടി വരും. ഉന്നതരായ വ്യക്തികളിൽ നിന്നും വേണ്ടത്ര സഹായ സഹകരണങ്ങളുണ്ടാകും. ഗ്രഹത്തിൽ നിന്ന് മാറി താമസിക്കുവാൻ യോഗം കാണുന്നു. മാതാപിതാക്കളുടെ അപ്രീതിക്ക് പാത്രമാകും. കുടുംബ ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വരും. പരിഹാരം: ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക.